ഈ ടാമ്പേൺസും മെൻസ്ട്രൽ കപ്പും ഇപ്പം വൈഡ്ലി യൂസ് ചെയ്യുന്ന സാധനങ്ങളാണല്ലോ. അപ്പോൾ അത് സേഫ് ആണോ അൺസേഫ് ആണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്. അല്ലേ? പിന്നെ ഈ മെൻസ്ട്രൽ കപ്പിൻ്റെ കേസിലായാലും ടാമ്പേൺസിൻ്റെ കേസിലായാലും വിർജിൻസിന് അത് യൂസ് ഓക്കെ ചെയ്യാൻ ഓക്കെ ഓക്കെ പറ്റുമോ, അത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അങ്ങനെയൊക്കെയുള്ളൊരു ചിന്തയൊക്കെ ഉണ്ട്. അതിനെപ്പറ്റി എന്താ പറയാനുള്ളത്? സേഫാണ്, ഒബ്വിയസ്ലി സേഫാണ്. പിന്നെ ഉള്ളത് അത് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ ചിലവർക്ക് എനിക്ക് തോന്നുന്നു നമ്മൾ ഓൾറെഡി നമുക്ക് ഈ പെനട്രേഷൻ ഫോബിയ ഉള്ള കുറേ പേരുണ്ട്. അതെ അതെ. അപ്പം അങ്ങനെ ഉള്ള ഗേൾസിലാണെങ്കിൽ ഉള്ളിലോട്ടൊരു സാധനം വെക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതിൽപ്പരം ട്രോമ വേറെ ഇല്ല. അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളവർക്കല്ലേ? അപ്പം അതുകൊണ്ട് തന്നെ ആരെയും ഫോഴ്സ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്, ഏറ്റവും ബെസ്റ്റ്. പിന്നെ ട്രൈ ചെയ്യാൻ പറയാം, നമ്മളെ കൊണ്ട് അഡ്വൈസ് ചെയ്യാൻ പറ്റാം, ലൈക്ക് ട്രൈ ചെയ്ത് നോക്കുന്നത്. വൈ? ബിക്കോസ് ഇറ്റ് ഈസ് 100 times ബെറ്റർ ദാൻ ബാഡ്. പാഡിനെക്കാട്ടിലും എപ്പോഴും നല്ലതാണ്. ഭയങ്കര ബെറ്റർ ആണ്. ബിക്കോസ് ഹൈജീൻ വൈസ് ആണെങ്കിലും ഈ ഡിസ്പോസൽ, എങ്ങനെ സാധനം ഡിസ്പോസ് ചെയ്യുന്ന അത് ആ കാര്യത്തിലാണെങ്കിലും നമ്മുടെ എക്കണോമി വൈസ് ആണെങ്കിലും അത് രണ്ടും ടാമ്പോൺ ആണെങ്കിലും ഭയങ്കര 100 times ബെറ്റർ ആണ്. എത്ര അവേഴ്സ് നമുക്ക് 6 hours ആണ്. പക്ഷേ ഡിപ്പെൻസ് അപ്പോൺ ദ ഫ്ലോ ആസ് വെൽ. ഇപ്പോൾ ടാമ്പോൺസ് ആണെങ്കിലും കപ്പാണെങ്കിലും എല്ലാത്തിനും മെഷർമെൻ്റ് ഉണ്ട്. ഇപ്പം ടാമ്പോൺസ് കമ്മിനിലേക്ക് നമ്മുടെ ഡ്രസ്സ് എടുക്കുന്ന പോലെ സ്മോൾ, മീഡിയം, ലാർജ് എല്ലാം ഫ്ലോ അനുസരിച്ച് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. അവർ ഡയഗ്രാം തന്നെ വരച്ചിട്ടുണ്ട്, ഇങ്ങനെ ഫ്ലോയിൻ്റെ ഡയഗ്രാം. കപ്പാണെങ്കിൽ തന്നെ കപ്പിലും മീഡിയം, സ്മോൾ, ലാർജ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ യൂഷ്വലി പറയാറ് പ്രസവം കഴിഞ്ഞ സ്ത്രീകളിലാണെങ്കിൽ നമ്മൾ ലാർജ് തന്നെ യൂസ് ചെയ്യാൻ പറയാറുണ്ട്. നോർമൽ ഡെലിവറി കഴിഞ്ഞവരാണെങ്കിൽ ലാർജ് ചൂസ് ചെയ്യാൻ പറയാറുണ്ട്. ടാമ്പോൺ ആണെങ്കിൽ അതിൻ്റെ വിഡ്ത്ത് നല്ല കൂടുതലായിരിക്കും. ടാമ്പോൺ അതിൻ്റെ ചുറ്റളവില്ലേ, ആ ഡയമീറ്റർ ഇച്ചിരി കൂടുതലായിരിക്കും ആ ഫ്ലോ അനുസരിച്ചിട്ട്. പക്ഷേ ടെക്നിക്കലി ഇഫ് യു ആസ്ക് മീ ഇറ്റ്സ് ബെറ്റർ യു കീപ്പ് എ ടാമ്പോൺ ഓർ കപ്പാണെങ്കിലും 6 hours തന്നെ. ഇപ്പോൾ കപ്പ് യൂസ് ചെയ്യുന്ന കുറേ പേരിൽ ഞാൻ അവർ രാവിലെ ഓഫീസിൽ പോകുന്നതിന് മുന്നേ വെക്കും, തിരിച്ച് ഓഫീസിൽ നിന്ന് വന്നതിന് ശേഷം അവർ റിമൂവ് ചെയ്യും. അതാണ് അവരുടെ കംഫർട്ടെങ്കിൽ ലെറ്റ് ദം ബി, അത്രേ ഉള്ളൂ. ടാമ്പോൺ ആണെങ്കിൽ അതിനൊരു ത്രെഡും ഉണ്ട്, അതിനെ അക്കമ്പനി ചെയ്തൊരു ത്രെഡ് കിടപ്പുണ്ട്. ആ ത്രെഡ് നമ്മൾ വലിച്ചിട്ടാണ് പുറമേ എടുക്കുന്നത്. അപ്പോൾ ത്രെഡ് ചിലപ്പം എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റുമായിട്ട് എക്സ്പോസ്ഡ് ആയതുകൊണ്ട് ഈ ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ 6 hours പറഞ്ഞത്. കൂടുതൽ എനിക്ക് തോന്നുന്നു മെൻസ്ട്രൽ കപ്പാണ് ഒന്നുകൂടെ സേഫ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഡെഫിനറ്റ്ലി അതെ കപ്പാണ്. കാരണം ഞാൻ പറഞ്ഞത് ടാമ്പോൺ ആകുമ്പോൾ ഈ ത്രെഡ് പുറമേ കിടക്കുന്നതുകൊണ്ട് ത്രെഡ് ഇൻഫെക്റ്റഡ് ആവാൻ ചാൻസ് ഉണ്ട് നമ്മൾ ഈ വാഷ്റൂം യൂസ് ചെയ്യാൻ നേരത്ത്. അതുകൊണ്ടാണ് ഞാൻ 6 hours പറഞ്ഞത്. കപ്പ് ക്യാൻ ഗോ ഫെർദർ. ബിക്കോസ് കപ്പ് ഒരു എക്സ്പോഷറും ഇല്ല പുറമേ ആയിട്ട്. നമ്മളത് ഉള്ളിലോട്ട് അങ്ങ് വെക്കും, അത് അവിടെ ഇരുന്നോളും. ബിക്കോസ് വാക്യൂം ക്രിയേറ്റ് ആയിട്ട് അത് അവിടെ ഇരുന്നോളും. അത് റിമൂവ് ചെയ്യാനുള്ള പ്രയാസമാണ് പലർക്കും. അത് ഉള്ളിൽ പോയിട്ട് പിന്നെ എടുക്കാൻ പറ്റാതെ പോയി. ചിലർ എന്നെ വിളിച്ച് ചോദിച്ചിട്ടുണ്ട്, മാം ഇപ്പൊ കാണാനില്ല. അതെ, എടുക്കാൻ പറ്റുന്നില്ല, എവിടെ പോയെന്നറിയില്ല. ഇനി ഉള്ളിലോട്ട് അതങ്ങ് കയറിപ്പോയി, അതിന് കയറി പോകത്തില്ല ബേസിക്കലി. ബിക്കോസ് നമ്മുടെ സൈസിന്റെ പ്രശ്നം കൊണ്ടാണോ എന്ന്? സൈസ് ആക്ച്വലി നമ്മൾ സൈസ് അതൊരു വലിയൊരു പ്രശ്നമാണ് ആക്ച്വലി. ഇപ്പം നമ്മളിപ്പോൾ കടയിൽ പോയാലും ഞാൻ ഏത് സൈസ് മേടിക്കണം എന്നൊരു ക്വസ്റ്റ്യൻ ക്യാൻ അറൈസ് ആക്ച്വലി ഇൻ ദെയർ മൈൻഡ്. അപ്പോൾ അതാണ് ഞാനൊരു ചെറിയൊരു രീതിയിൽ പറഞ്ഞതാണ്. പ്രഗ്നൻസിക്ക് ശേഷം ലാർജ്, പ്രഗ്നൻസിക്ക് മുന്നേ മീഡിയം എന്ന്. സ്മോൾ എന്ന് പറയുന്നത് ടീനേജ് ആണ് അവർ ഉദ്ദേശിക്കുന്നത്. സ്മോൾ ഇസ് ഫോർ പ്യൂബർട്ടൽ ഗേൾസ്. പക്ഷെ എൻ്റെ അറിവിൽ ഇന്ത്യയിൽ പ്യൂബർട്ടൽ ഗേൾസ് കപ്പ് വെക്കുമെന്ന് തോന്നുന്നില്ല. മെയിൻലി ബിക്കോസ് ഓഫ് പ്രശ്നമാണ്. ഹൈമൻ ഉണ്ട്, ഹൈമൻ ടയർ ആവോ എന്നൊക്കെ ഉള്ള ഒരു പ്രശ്നം. ഹൈമൻ ഇസ് നോട്ട് സംതിങ് വിച്ച് that is another topic. നമുക്ക് അടുത്ത പ്രാവശ്യം ഡിസ്കസ് ചെയ്യാം. ബിക്കോസ് ഹൈമൻ ആസ് സച്ച് ഇസ് നോട്ട് സംതിങ് വിച്ച് ഇസ് സപ്പോസ് ടു ബി ടോൺ. അങ്ങനെ കട്ട് ചെയ്ത് മുറിക്കപ്പെടുന്ന ഒരു സ്ട്രക്ചർ അല്ല അത്. ഇറ്റ് ജസ്റ്റ് ഒരു മെംബ്രെയിൻ that is already open, because that is how the menstrual blood is coming out. അപ്പോൾ അത് ഓൾറെഡി ഒരു ഓപ്പൺ ആയിട്ടുള്ള സ്ട്രക്ചർ ആണ്. അപ്പോൾ അതിലോട്ട് നമ്മളിപ്പോൾ ഒരു കപ്പോ ടാമ്പോണോ വെച്ചെന്ന് പറഞ്ഞിട്ട് ഒരു പ്രശ്നമൊന്നും ഇല്ല. അത് ജസ്റ്റ് ഒന്ന് സ്ട്രെച്ച് ആവും, അത്രേ ഉള്ളൂ. ആ മെംബ്രെയിൻ ഒന്ന് സ്ട്രെച്ച് ആവും, അത്രേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് അത് വെക്കാതിരിക്കേണ്ട ആവശ്യമില്ല. അത് പേടിച്ചിട്ടാരും വെക്കാതിരിക്കേണ്ട ആവശ്യമില്ല. വെക്കാൻ ഇപ്പം നമുക്ക് ആരെയും ഫോഴ്സ് ചെയ്യാൻ പറ്റത്തില്ല വെക്കാൻ. ട്രൈ ചെയ്ത് നോക്കാം, വെച്ച് നോക്കൂ, കയറുന്നുണ്ടോ നോക്കൂ. പിന്നെ വേറൊരു കാര്യം, ഈ കയറുന്നുണ്ടോ വെച്ച് നോക്കൂ എന്ന് പറയുന്നത് പീരിയഡ്സ് ടൈമിൽ വെച്ചാൽ മാത്രമേ ആ സാധനം ഉള്ളിലോട്ട് പോകത്തുള്ളൂ. ബാക്കി സമയത്ത് നമ്മൾ മോസ്റ്റ്ലി എല്ലാവരും ആ എൻവയോൺമെന്റ് നല്ല ഡ്രൈ ആണ്. ആ സമയത്ത് നമ്മൾ ടാമ്പോണോ കപ്പോ ട്രൈ ചെയ്താൽ സംഭവം കയറാൻ നല്ല ചാൻസ് കുറവാണ്. പീരിയഡ്സ് ടൈമിൽ അവിടെ ഫ്ലൂയിഡ് ഉള്ളതുകൊണ്ട് ഓൾറെഡി നല്ല ലൂബ്രിക്കേറ്റഡ് ആണ് നമ്മുടെ വജീന. അപ്പം ഈസിലി അങ്ങ് കയറിപ്പോവും. പിന്നെ വെക്കുന്ന പൊസിഷൻ നമ്മൾ ആക്ച്വലി സ്ക്വാട്ട് ചെയ്തിട്ടാണ് ഇതൊക്കെ വെക്കാൻ അവർ പറയാറ്. അപ്പം അല്ല കടന്നിട്ട് സൂപ്പൈൻ നമ്മൾ ബെഡിൽ കടന്നിട്ടോ
അങ്ങനെ അതൊന്നും പറ്റിയില്ല. ഒന്നും പറ്റിയില്ല actually. കാലുയർത്തി വെക്കുക എന്നുള്ളതാണ്. അതാണ്. അപ്പോൾ ഏറ്റവും നല്ല സ്ക്വാട്ടിങ് പൊസിഷനിൽ വെക്കുമ്പോൾ ആ സെയിം ഡയറക്ഷനിൽ അങ്ങ് കയറും. അതിനൊരു പ്രശ്നവും ഇല്ല. വാക്യൂം തനിയെ ക്രിയേറ്റ് ആയിക്കോളും. നമ്മളങ്ങ് റിലീസ് ചെയ്ത് മാത്രം വന്നാൽ മതി. അപ്പം ലൈക്ക് ഒന്നുകൊണ്ടും പേടിക്കേണ്ട ഒരു സാധനമല്ല. പിന്നെ ആരെയും ഫോഴ്സ് ചെയ്യിപ്പിക്കാതിരിക്കുന്ന നല്ലത്. പക്ഷേ ഇറ്റ്സ് ഓൾവേസ് ഗുഡ് ഫോർ യു ടു അഡ്വൈസ്. വി ആസ് ഡോക്ടേഴ്സ്, ആസ് ഗൈനക്കോളജിസ്റ്റ്, ഇറ്റ്സ് ബെറ്റർ ദാറ്റ് വി ടെൽ ദം ഉപയോഗിച്ച് നോക്കും, അല്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കും. ബിക്കോസ് ഒരു പ്രാവശ്യം ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ എവറിബഡി ലവ്സ് ഇറ്റ്. അതാ, പിന്നെ തിരിച്ച് പാഡിലോട്ട് ആരും പോയിട്ടില്ല. അപ്പം ഇറ്റ്സ് ഓൾവേസ് ഗുഡ്, ഇറ്റ്സ് ഓൾവേസ് സേഫ്, ആൻഡ് ഇറ്റ് നെവർ ഗെറ്റ് ലോസ്റ്റ് ഇൻസൈഡ് അവർ ബോഡി.